ജിൻഡോ എന്ന് പറഞ്ഞൊരു വ്യക്തി മണ്ടൻ തന്നെയാണ്. പരിപൂർണ്ണ മണ്ടൻ എന്നല്ല, മണ്ടത്തരവും നിഷ്കളങ്കതയും ഒക്കെ ഉള്ള വ്യക്തിയാണ്. അയാളൊരു വലിയ ഗെയിമറേ അല്ല. നമ്മൾ ഈ PR എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോകേണ്ട ഒരാവശ്യമില്ല. നമ്മൾ അവിടെ ചെന്ന് ഏറ്റവും നല്ലവണ്ണം പെർഫോം ചെയ്യുകയാണെങ്കിൽ ഇവിടെ താനെ അതൊക്കെ ഉണ്ടാകും. അല്ല എന്ന് പറയുമ്പോഴും അതിനേക്കാൾ ഗൗരവമായിട്ടുള്ള സംഭവമല്ലേ ഈ പ്ലാൻഡ് എഡിറ്റഡ് വേർഷൻ സാധനം ഇറങ്ങുന്നത്. അത് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് എഡിറ്റ് ചെയ്ത് വരുന്നത്. എന്തുകൊണ്ട് മോഹൻലാലിന്റെ കഴിവുകൊണ്ട് കോളേജ് കുമാരൻ വിജയിച്ചില്ല? അതിൽ അവിടെ മോശമുണ്ട്. നാടെന്നുള്ള മാത്രമല്ല, അവിടെ സ്ക്രിപ്റ്റിന്റെ പരാജയം എന്നാണ് ഞാൻ പറയുന്നത്. വശമുണ്ട്. അതാ പറയുന്നത്. ഈ ആളുകൾ എങ്ങനെ ചിന്തിക്കും, ആളുകൾ എങ്ങനെ എടുക്കും എന്ന് ചിന്തിക്കുന്ന ഒരാളാണോ? ഒരിക്കലും അല്ല. അല്ല, ഒരിക്കലും അല്ല. എങ്ങനെ എടുത്താലും കുഴപ്പമില്ല എന്നുള്ള ആളുകൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതല്ല. ഞാൻ ശരിയായി മറ്റൊരാളെ നോവിക്കാതെ, അതായത് മറ്റൊരാൾക്ക് അരോചകമാകാതെ ഞാൻ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. ശരിക്കും ആരെത്രയും ടൈറ്റ് ഷോ ഇപ്പൊ കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു വിലയിരുത്തുമ്പോൾ ശരിക്കും ആരാന്ന് തോന്നുന്നത്? 101% ഷോ കൊണ്ടുപോകുന്നത് ജാസ്മിനാണ്. രതീഷിന്റെ അച്ഛന് വിളിക്കുന്ന സീക്വൻസ് ഉള്ള നിന്റെ തന്തയുടെ വക അങ്ങനെ ഒരു സംഭവം ഉണ്ട്. തൃശ്ശൂർ വരുന്നു എന്നുള്ളത് അത് തെറിയല്ലേ? അത് ഒരാളുടെ എടാന്ന് വിളിക്കുന്ന വിളിക്കുന്ന സാധനം 101% വോട്ടിങ്ങിൽ ഞാൻ വിശ്വസിക്കാത്ത ഒരാളാണ്. മനസ്സിലായി. പിന്നെ നമ്മൾ ഒന്ന് ബോധപൂർവ്വം ചിന്തിച്ചാൽ മതി. ഒരു ബിസിനസ്സാണ്. എൻഡ് ഓഫ് ദി ഡേ ഇതൊരു ബിസിനസ്സാണ്. ഇനി അടുത്ത പ്രാവശ്യം കൂടി ഇവൻ ഇങ്ങനെ ആയി വരുമ്പോഴത്തേക്ക് അവൻ ഉറപ്പാണ് പിന്നെ അവിടെ ഇവൻ കോമാളിയായി മാറുകയാണ്. അങ്ങനെ കോമാളി അവന് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് അവൻ എന്ത് മറ്റെന്ന് പറഞ്ഞാൽ അന്നാണ് ഇടിച്ചത്. അതിന് ഒരു പരിധിവരെ ലാലേട്ടനും അതിനകത്ത് കുറ്റക്കാരൻ തന്നെയാണ്. കല്യാണം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഫംഗ്ഷനും ആയിക്കോട്ടെ, നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ മനോഹരമാക്കാൻ ഓയിസ്റ്റർ ഇവന്റ്സ്. ചുടുചൂടൻ ചോദ്യങ്ങൾക്ക് കുറുക്കിക്കൊള്ളുന്ന ഉത്തരങ്ങൾ അവർ പറയുമ്പോൾ നിങ്ങൾ പറയും അങ്ങനെ പറ. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറ ഹോട്ട് സെറ്റിൽ ഇന്ന് ഫിറോസ് ഖാൻ. ഫിറോസ് ഖാൻ, പൊളി ഫിറോസ്, അങ്ങനെ ഈ പേരിനൊപ്പം ചേർത്തേക്കുന്ന കുറേയേറെ വിശേഷങ്ങളുണ്ട് അല്ലെ? ഇത് ഒരു പക്ഷേ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിന്റെ ഒരു ബിഹേവിയറിന്റെ ഭാഗമായിട്ടും എഴുതി ചേർക്കപ്പെട്ടതാണോ അത് സ്വാഭാവികമായിട്ട് ഓരോ ഘട്ടത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഡേഞ്ചറസ് ബോയ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി അത് അത്രമേൽ ഹിറ്റായ ഒരു പ്രോഗ്രാമായിരുന്നു. എൻ്റെ ഒറിജിനൽ പേര് ഫിറോസ് ഖാൻ എന്ന് തന്നെയാണ്. അപ്പോൾ ഇത് ഹിറ്റായ പ്രോഗ്രാമും ബിഗ് ബോസിൽ വന്നതിന് ശേഷം പുറത്ത് ആർമികൾ ഉണ്ടായി. അവർ DFK എന്ന്, ഡേഞ്ചറസിന്റെ ഡിയും ഫിറോസ് ഖാൻ FK DFK അങ്ങനെ ഇടുകയും പിന്നെ ബിഗ് ബോസിനകത്ത് വെച്ചിട്ട് ലാലേട്ടനും മിഷേൽ എന്ന് പറഞ്ഞിട്ട് അതിനകത്തൊരു കണ്ടസ്റ്റന്റ് ഇവർ ചേർന്നിട്ട് പൊളിഫിറോസ് എന്നുള്ള പേര് സജസ്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് വന്നത്. മാറി ഈ ആർമികൾ ഉണ്ടായിട്ടുണ്ട്, ആർമികളുടെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, ഇഷ്ടക്കേടൊക്കെ തുടക്കത്തിലേ കിട്ടിയുള്ള ഒരു വ്യക്തിയാണ് അല്ലെ? അതെ. ഈ ആർമികളിൽ വിശ്വാസം ഉണ്ടോ? ആർമികൾ എന്ന് പറയുന്നത് വിശ്വാസക്കേടല്ല. നമ്മൾ അവിടെ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ എനിക്ക് പുറത്ത് ആർമികളുണ്ടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും ബിഗ് ബോസ് അങ്ങനെ കണ്ടിട്ട് പോയ ആളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല. അല്ല. അപ്പോൾ കാരണം ഞാൻ ബിഗ് ബോസ് അത്യാവശ്യം നമ്മുടെ ഈ മൊബൈലിലൊക്കെ വരുന്ന കുറച്ച് ക്ലിപ്പിങ്സ് കാണുമെന്നുള്ള എല്ലാ സീസൺസ് ഒന്നും ഹൈലൈറ്റ്സ് ഒക്കെ കണ്ടിട്ട് പോയ ആളാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ സീസൺ പോലും ഞാൻ ഇറങ്ങിയതിന് ശേഷം കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ക്ലിപ്പിങ്സുകളാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആർമി എന്താണെന്നോ പിന്നെ നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടുകൾ ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് പോകണമെന്ന് പോലും എനിക്കറിയില്ല. അവിടെ ചെന്ന് നമ്മൾ എങ്ങനെയാണോ അങ്ങനെ ബിഹേവ് ചെയ്തു. ആ ഗെയിം ഏതൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ എങ്ങനെ നിൽക്കണമെന്നൊരു ബോധം നമുക്കുണ്ട്. അങ്ങനെ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഓരോ സെക്കൻഡും നമുക്കിതാണ് നമ്മുടെ ഫീൽഡ്. അതിന് മാക്സിമം നമ്മൾ അതിന് വാല്യൂ കൊടുത്ത് അവിടെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ആ സ്ക്രീൻ സ്പേസ് ഞാൻ നേടിയതും അത് കണ്ട് ഇഷ്ടപ്പെട്ടവരാണ് പുറത്ത് ആർമികളായി വരികയും. ഈ പോകുന്നതിന് മുമ്പൊന്നും ഈ PR ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രൊമോഷന്റെ ഭാഗമാണ് ഇല്ല അവിടെ നിൽക്കുന്നതിന് ഇത്ര ദിവസം നിൽക്കുന്നുണ്ടെങ്കിൽ ജനുവരി വരണമെങ്കിൽ പുറത്ത് ഇത്തരം സപ്പോർട്ട് കൂടി ആവശ്യമാണ് എന്നുള്ളൊരു ബോധ്യം മുൻകൂട്ടി ഉണ്ടായിരുന്നില്ല. ഒരിക്കലും അങ്ങനെ ഒന്നും ഞാൻ ചെയ്തില്ല. കാരണം ഞാൻ ചെയ്യുന്ന ഓരോ പ്രോഗ്രാമിലും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടല്ല ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പോഴും നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റയിലും എടുത്തു നോക്കിയാൽ ഏറ്റവും കുറവ് ഇതുള്ള അതായത് എന്താണ് വ്യൂവർഷിപ്പ് അല്ലെങ്കിൽ ലൈക്സ് ഒക്കെ ഉള്ളത് എനിക്കാണ്. കാരണം അത് ഏൽപ്പിച്ചിട്ട് എന്നേക്കാൾ നമ്മൾ ഒരാഴ്ച പോലും നിൽക്കാത്ത ആൾക്കാരും ഇത് ഏൽപ്പിച്ചിട്ട് വന്നവർക്ക് ഹയസ്റ്റ് ആണ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ധാരണ എനിക്ക് ഉണ്ടായിരുന്നില്ല. ചെല്ലുന്നിടത്ത് ഏറ്റവും നല്ലോണം നമ്മൾ അതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അത് ഇപ്പോഴായാലും എനിക്ക് പറയാനുള്ള ഇനി പോകുന്ന ബിഗ് ബോസ് പോകുന്ന കണ്ടസ്റ്റൻസിനോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമാണ്, നമ്മൾ ഈ PR എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോകേണ്ട ഒരാവശ്യമില്ല. നമ്മൾ അവിടെ ചെന്ന് ഏറ്റവും നല്ലവണ്ണം
ചെയ്യണം, പെർഫോം ചെയ്യുകയാണെങ്കിൽ ഇവിടെ താനെ അതൊക്കെ ഉണ്ടാകും. Okay. അതാണ് എൻ്റെ വിശ്വാസം, എൻ്റെ എക്സ്പീരിയൻസ്. ഏൽപ്പിച്ച് PR അല്ലെങ്കിൽ ഇത്തരം ആർമികളോ ക്രിയേറ്റ് ചെയ്തെടുത്തവരെ ഏൽപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ബിഗ് ബോസ് ഇറങ്ങി കുറച്ച് വർഷം കഴിയുമ്പോൾ ഇവരുടെ ഡ്യൂട്ടി കഴിയുമ്പോൾ ഇവര് വന്ന വഴിക്ക് തിരിച്ചു പോകും. ഈ താനെ ചേർന്ന് കൂട്ടുവാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ഇഷ്ടത്തോടു കൂടി വന്നവരാണ് എപ്പോഴും ഉണ്ടാവും അല്ലെ? പക്ഷെ എവിടേക്കോ ഫിറോസ്ക്ക് അന്നുണ്ടായിരുന്ന സപ്പോർട്ട് പിന്നെ 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 ഇത് കുറഞ്ഞു വരുന്ന പോലെ തോന്നിയില്ല. അതില് ഈ സൈബർ അറ്റാക്ക് ആണെങ്കിലും ഇത്തരത്തിൽ കമന്റ്സ് വരുമ്പോഴാണെങ്കിലും. അറ്റാക്ക് എന്നുള്ളത് ഞാൻ ഒന്നാമത്തെ കാര്യം ഈ പിന്നെ എനിക്ക് താഴെ വരുന്ന കമന്റുകൾ വായിച്ചിരിക്കുന്ന ഒരു പ്രകൃതക്കാരനല്ല ഞാൻ. എനിക്ക് ശരിയെന്ന് തോന്നുന്നു, എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ എല്ലാവരും പറയും സൈബർ പുള്ളിങ്, സൈബർ അറ്റാക്ക് എന്നൊക്കെ. ആക്ച്വലി ഈ കമന്റ് ആണല്ലോ ഈ സൈബർ പുള്ളിങ്, അറ്റാക്ക് എന്ന് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മൾ എന്തിനാണ് അതിന് സമയം കളയുന്നത്? നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ആ സമയം നമ്മൾ വേറെ തരത്തിൽ യൂസ് ചെയ്യണം. ഞാനിങ്ങനെ ചെയ്തുകൊണ്ട് കമന്റ് വായിക്കുന്നവർ വായിക്കോട്ടെ, ഇതെല്ലാം വേണം. ഈ പിന്നെ മൈനസ് പറയുന്നവർ എല്ലാവർക്കും എല്ലാം ശരിയാവണമെന്നില്ല. അപ്പം പേര് വിട്ടു പോയി, സോറി. റോഹൻ്റെ ശരികളും തെറ്റുകളും ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇല്ല, അത് കണക്ക് എല്ലാവർക്കും ഉണ്ട്. 100% ശരിയായിട്ടുള്ള ഒരു മനുഷ്യനും ലോകത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ ഏറ്റവും വലിയ കള്ളനായിരിക്കും. അഭിനയിക്കുന്നവർക്ക് അങ്ങനെ പെരുമാറാൻ പറ്റും. കാരണം ഓരോ വ്യക്തികൾക്കും ഓരോ ഇഷ്ടമാണ്. കാരണം എനിക്ക് പോലും ഇപ്പം മമ്മൂട്ടിയെ, മോഹൻലാൽ, പല നടന്മാരുണ്ട്. എനിക്ക് മോഹൻലാലിനെ എനിക്കിഷ്ടം, നിങ്ങൾക്ക് മമ്മൂട്ടിയായിരിക്കും. അത് നമ്മുടെ ഒരു പെർസ്പെക്റ്റീവാണത്. മനസ്സിലായോ? അപ്പോൾ 100 ആൾക്കാരെയും നമ്മൾ നല്ലത് പറഞ്ഞ് നിർത്താനൊന്നും ഒരു മനുഷ്യനും പറ്റില്ല. പക്ഷെ എവിടേക്കും ഈ ആളുകൾ എങ്ങനെ ചിന്തിക്കും, ആളുകൾ എങ്ങനെ എടുക്കും എന്ന് ചിന്തിക്കുന്ന ഒരാളാണോ? ഒരിക്കലുമല്ല. ഒരിക്കലുമല്ല. എങ്ങനെ എടുത്താലും കുഴപ്പമില്ല എന്നുള്ളത്. ആളുകൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതല്ല. ഞാൻ ശരിയായി മറ്റൊരാളെ നോവിക്കാതെ, അതായത് മറ്റൊരാൾക്ക് അരോചകമാകാതെ ഞാൻ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. ഈ സീസൺ 6 എത്തുമ്പോൾ ഈ പറയുന്ന റേറ്റിംഗ് അവിടെ നിൽക്കുമ്പോഴും ഈ മത്സരാർത്ഥികളുടെ സംസാരവും പെരുമാറ്റവും അല്ലെ, ഈ ഭാഷാ പ്രയോഗവും ഒക്കെ ഇത്രയും ഇതായി നിൽക്കുന്നു. ശരിക്കും ആരെത്രയും ടൈറ്റ് ഷോ ഇപ്പോൾ കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു വിലയിരുത്തുമ്പോൾ ശരിക്കും ആരാന്ന് തോന്നുന്നത്? 101% ഷോ കൊണ്ടുപോകുന്നത് ജാസ്മിനാണ്. കാരണം നമ്മൾ ഈ സ്ക്രീൻ സ്പേസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ആ സ്ക്രീൻ സ്പേസിൽ ആരെ കാണുന്നു, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആരാണ്, അത് കണ്ടന്റ് കൊടുക്കുന്ന ഒരാളാണ്. അത് എന്ത് കണ്ടന്റ്, അത് അവരാണ് എന്ത് കണ്ടന്റ് ഇടണമെന്ന്. ഒരാൾക്ക് എല്ലാം നെഗറ്റീവ് മാത്രമല്ല, പോസിറ്റീവ് ഉണ്ട്. അപ്പോൾ അവർ തീരുമാനിക്കും ഇയാളുടെ ഏത് കണ്ടന്റ് കൊടുക്കണമെന്നുള്ളത്. ഇപ്പം അവിടെ ഈ തുമ്മൽ പോലെയുള്ള സാധനം, അല്ലെങ്കിൽ കുളിക്കില്ലെന്ന് പറയുന്ന സാധനം, അത് വേണമെങ്കിൽ അവർക്ക് ടെലികാസ്റ്റ് ചെയ്തേ ഇരിക്കാം. പക്ഷേ അവർ ആ കുട്ടിയെ മാക്സിമം പോർട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നെഗറ്റീവ് എന്നുള്ള രീതിയിലാണ്. ഇതുകൊണ്ട് ആ കുട്ടിക്കല്ല, ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന ഒരു വീട്ടുകാർക്ക് ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. വീട്ടുകാർക്ക് ഉൾപ്പെടെ വളരെ മാനസികമായിട്ട് തളർന്ന് അവരെ ബാധിക്കുന്നതാണ്. സോ ആ ഷോ കൊണ്ടുപോകുന്നത് ജാസ്മിനാണ്, ഏതർത്ഥത്തിലായാലും. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റ് ആക്ച്വലി ജിൻഡോ ആണ്. എനിക്കിഷ്ടപ്പെട്ട ഉള്ളതിൽ ഭേദമാണ് ഞാൻ പറഞ്ഞത്, വലിയ ഗെയിമറായിട്ടല്ല, ഉള്ളതിൽ ഭേദം ജിൻഡോ ആണ് ഏറ്റവും നല്ല കണ്ടസ്റ്റൻറ്റ്, അല്ല എനിക്കിഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റ്. അപ്പോൾ പോലും പ്രൈസ് കിട്ടേണ്ടത് ജാസ്മിനാണ്. ഈ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ജിൻഡോ എന്ന് പറയുന്നു. പക്ഷെ അതിന് മുമ്പ് ഈ ഷോ ഏറ്റവും മോശമാവാൻ കാരണം ഇവരുടെ പെരുമാറ്റവും ഭാഷാപ്രയോഗവും രീതികളാന്ന് പറയുന്നു. അത്തരത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ മോശം ചെയ്തിട്ടുള്ളതും കൂടി ഒരാളാണ് ജിൻഡോ അല്ലെ? അതായത് വാക്കുകളാണെന്നുണ്ടെങ്കിലും ഈ പെരുമാറ്റങ്ങളാണെങ്കിലും അല്ലെ, പുള്ളിയെക്കാട്ടി എത്ര പേരോട് എത്ര വാക്കുകൾ പറഞ്ഞിരിക്കുന്നു. ഈ വാക്കുകളും ഈ പ്രയോഗങ്ങളും. ഞാനൊരു കാര്യം, പിന്നെ മറ്റേ റോബിനല്ല, സോറി, മറ്റേ റോക്കി അച്ഛന് വിളിച്ചിട്ടുണ്ടല്ലോ അവിടെ. ആരുടെ? സുരേഷ്. ആദ്യം നിന്ന സുരേഷ്, മറ്റേ കുറെ സംസാരിക്കുന്ന ഒരാളുണ്ടായിരുന്നു, സുരേഷ് എന്നാണോ പേര്? ആദ്യം നിന്ന് വന്നത് രതീഷ്. ആദ്യം പുറത്തു വന്ന ഈ രതീഷിന്റെ അച്ഛന് വിളിക്കുന്ന സീക്വൻസ് ഉള്ള നിന്റെ തന്തയുടെ വക അങ്ങനെ ഒരു സംഭവം ഉണ്ട്. തൃശ്ശൂർ വരുന്നു എന്നുള്ളത് അത് തെറിയല്ലേ? അത് അത്രയും വലിയ തെറി ജിൻഡോ വിളിച്ചിട്ടുണ്ടോ? നിന്റെ തന്തയ്ക്ക് വിളിക്കുന്നതിനെക്കാട്ടി വലിയ തെറിയാണോ വിളിച്ചിട്ടുണ്ട്? എന്തോ തെറി? ഐ മീൻ ഗബ്രിയുടെ അടുത്ത് ആള് മുറ്റപടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, അത് പാട്ടിന്റെ രൂപത്തിലാണ് പറയുന്നത്. പക്ഷെ വിളിക്കുന്ന ഈ തന്തേനെ തന്നെയാണ്, നിന്റെ തന്തയാണ് എന്ന് പറയുന്ന സാധനം. അപ്പൊ പാട്ടിന്റെ രൂപത്തിൽ വിളിക്കുന്നതാണോ ഏറ്റവും വലുത്? മുഖത്ത് നോക്കി നിന്റെ തന്തയുടെ വകയാണോ എന്ന് പറയുന്നതാണോ? വിളിച്ച തെറിയുടെ വാക്കാണ് പ്രയോഗം, അത് എങ്ങനെ പ്രയോഗിച്ചു എന്നുള്ളതാണ് വ്യത്യാസം. തീർച്ചയായിട്ടും പ്രയോഗിച്ചാൽ വ്യത്യാസമുണ്ട്. നമുക്കൊരു കാര്യം ഇപ്പൊ ഞാൻ തന്നെ ഇപ്പം രോഹിതിന്റെ അടുത്ത് പറയുകയാണ്, എന്തുവാടാ ഇതിന് വ്യത്യാസമുണ്ട്. തെറി വിളിക്കുന്നതാണെങ്കിലും ചോദിക്കുന്നതും നിന്റെ ഭയങ്കര വ്യത്യാസമുണ്ട്. പൊന്നു രോഹിത്തെ, ഭയങ്കര വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കുക. ഞാനിപ്പോ അതിന്റെ ഉദാഹരണമാണ് പറഞ്ഞ, നീ എന്തുവാടാ കാണിക്കുന്ന, നീ എന്തുവാ കാണിക്കുന്ന എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. ഈ ആൾ എടുക്കുന്ന രീതിയിൽ മാറ്റം വന്നേക്കാം. വിളിച്ച് തെറിയാണെങ്കിലും വാക്കാണെങ്കിലും അതായത് ഞാൻ ചോദിക്കട്ടെ, ഫിറോസ്കാരുടെ അടുത്ത് മുഖത്ത് നോക്കിയിട്ട് സോഫ്റ്റ് ആയിട്ട് ഒരാൾ തന്തയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ ക്ഷമിക്കുമോ? അതായത് ഇവിടെ ഞാൻ പറഞ്ഞത് സോഫ്റ്റ് ആയിട്ടോ, ഇപ്പം തന്തയ്ക്ക് വിളിക്കുന്നത് സോഫ്റ്റ് ആയിട്ട് വിളിക്കുക, ഇവിടെ സോഫ്റ്റ് ആയിട്ടല്ല വിളിച്ചത്. പുള്ളി
പാട്ട് രീതി പറഞ്ഞതാണ് നിങ്ങൾ പറഞ്ഞത്. ആ, ആ പാട്ട് ഏതാ ഒന്ന് പറഞ്ഞ പുള്ളി ആള് അവിടെ ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തി തന്തയ്ക്ക് വിളിച്ചത് അതൊന്ന് പറയാം. ഞാൻ കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആള് മുറ്റമടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ ഗബ്രുവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിന്റെ തന്തയാടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ആള് നിന്ന് പറയുന്നുണ്ട്, അതാണ് ഒരാളെ പ്രൊവോക്ക് ആക്കുന്ന. നിന്റെ തന്തയുടെ വകയെന്ന തൃശ്ശൂർ ഇഴിക്കാനായിട്ട് വരുന്നതാണോ? പ്രൊവോക്കിന്റെ രീതിയും ദേഷ്യപ്പെടുന്ന വ്യത്യാസം. ഞാൻ പറയുന്ന വാക്ക് മോശം എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ്. അങ്ങനെയാണ് ഇപ്പം എടാ എന്ന് വിളിക്കുന്നതിൽ തന്നെ എന്തുവാടാ നമുക്ക് മാറ്റിയും വിളിക്കാം, എന്തുവാടോ, അതൊക്കെ നമ്മള് അത് വാക്കിൽ പോണതാ. അപ്പൊ അത് വാക്ക് പോലെ മറ്റേന്ന് വാക്കി പോ. തന്തേനെ വിളിക്കുന്ന സാധനം ഒരാളുടെ എടാന്ന് വിളിക്കുന്ന ദേഷ്യത്തിൽ വിളിക്കുന്ന സാധനം പറയോ? നീ പറയടാ എന്റെ തന്റെ അടുത്ത് ഞാൻ സോഫ്റ്റ് ആയിട്ട് എന്നുള്ള രീതിയിലേക്ക് മുഖത്തേക്ക് നിന്റെ തന്നോട് ഇല്ല. എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു പർട്ടിക്കുലർ ഇതിൽ തന്നെ പറയാം. എന്നെ സംബന്ധിച്ച് ജിൻഡോ എന്ന് പറഞ്ഞ ആള് പാട്ടുപാടി പറഞ്ഞ് ഞാനത് കണ്ടില്ല, നിങ്ങൾ പറയുന്നത് വെച്ച് പാട്ടുപാടി പറഞ്ഞ് എന്തായാലും ഗബ്രി എന്ന് പറഞ്ഞ ആള് തന്തയ്ക്കൂടി കേട്ടിട്ട് മിണ്ടാതിരിക്കുന്ന ഒരാളൊന്നും അല്ല. അല്ല, ആൾ തിരിച്ച് തന്തയ്ക്ക് പറയലോ കാര്യമൊന്നുമില്ല. നീ എന്ത് വിചാരിച്ചു ഞാൻ രീതിയിലേക്ക് ഇതനുസരിച്ച് ഇതാക്കുന്നു? അപ്പൊ അങ്ങനെ പ്രൊവോക്ക് പോലും ആയില്ല എന്നാണ്. യഥാർത്ഥത്തിൽ ഗബ്രി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പ്രൊവോക്ക് ആവുന്ന ഒരാളാണ്. അങ്ങനെ പ്രൊവോക്ക് പോലും ആയില്ലെങ്കിൽ അത് അത്രേ ഉള്ളൂ, പുള്ളി അങ്ങനെ എടുത്തോളൂ. അപ്പൊ അത് മറ്റേ ജിൻഡോയ്ക്ക് അറിഞ്ഞുകൊണ്ടാണ് ആ പാട്ടിൽ കൂടി കൊടുത്തത്. പക്ഷെ മറ്റവൻ അങ്ങനല്ല. മറ്റോൻ ഈ ഇദ്ദേഹത്തിനെ വന്നിട്ട് റോക്കി വന്നിട്ട് ഈ ഇദ്ദേഹത്തിന്റെ അടുത്ത് രതീഷിന്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര പ്രൊവോക്കായിട്ടാണ് നിന്റെ തന്തയുടെ വകയാണോന്ന്. അതിനനുസരിച്ച് പുള്ളി മറുപടിയും കൊടുത്ത്. അതാണല്ലോ ഇപ്പൊ ഇതിൽ തന്നെ ഉണ്ട് അതിന്റെ ഉത്തരം. പിന്നെ ജിൻഡോ പറഞ്ഞ സമയത്ത് ഗബ്രി പ്രൊവോക്ക് ആയില്ല, കാരണം അത്രയ്ക്ക് ഉള്ളത്. ഞാൻ പറയുന്നത് അതല്ല, പ്രൊവോക്ക് ആവാത്ത പല രീതിയിലേക്ക് ആവാം. ഇത് ആ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ തന്തയ്ക്ക് വിളിച്ചാൽ കറക്റ്റായിട്ട് വിളിച്ചാൽ ഏതവനൊക്കെ ഏത് ഇനി തളർന്നു കിടക്കുന്ന പെരുമാറുന്ന രീതി മാറും. ഇപ്പൊ കഴിഞ്ഞ സീസണിൽ അഖിൽമാരാറിന്റെ അടുത്ത് ജൂനിയേഴ്സ് ഇതേപോലെ പ്രൊവോക്ക് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അഖിൽമാരാറും അതിന് പ്രൊവോക്ക് അങ്ങനെ ദേഷ്യപ്പെട്ട് വരും. പക്ഷെ അതിലേക്ക് അമർത്തി പിടിച്ച് കൺട്രോൾ ചെയ്ത് പോകുന്നുണ്ട്. ഇതേ സീൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ സിജോ റോക്കി വന്ന സമയത്ത് എന്താ ചെയ്തേ? ഇടിക്കുക ചെയ്തേ. മറ്റൊരു നീ തലട എന്ന് പറയുന്നുണ്ട്. ഓരോരുത്തരുടെ യുക്തിയാണ്. ചിലവരായിട്ട് അടിക്കുന്നത് പുറത്താവും എന്നുള്ള അവന്റെ സാമാന്യ യുക്തിക്ക് അനുസരിച്ച് ചെയ്യുമ്പോൾ കൺട്രോൾ ചെയ്യും. ചിലവർ എന്ത് ചെയ്യും? ഇത് വിട്ട് കഴിഞ്ഞിട്ട് എന്താണ് അടുത്ത സ്റ്റെപ്പ് നോക്കാതെ ചിലപ്പോൾ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യും. അപ്പൊ നഷ്ടം എന്താ? ഇതേ ദേഷ്യപ്പെട്ട റോക്കി തന്നെയാണ് കൺഫെഷൻ റൂമിൽ വന്ന് കരഞ്ഞത്, എനിക്ക് പറ്റിപ്പോയി, എനിക്ക് ഇനി ഒരു അവസരം കൂടി തരണം എന്നുള്ളത്. അതിനകത്ത് പക്ഷെ വേറൊരു ഗെയിം കൂടി ഉണ്ട്. അതിലാണ് ഞാൻ ലാലേട്ടനെ വരെ നമ്മൾ അതിനകത്തൊരു പ്രതിയാണ് എന്നുള്ളത് പറഞ്ഞത്. കാരണം എന്ന് പറയുന്നത് ഇവന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി എന്ന് പറയുന്നത് മാസമായിട്ട് നിൽക്കുന്ന സ്ട്രാറ്റജിയാണ്. ഇതിനകത്തൊരു സ്ട്രാറ്റജീസ് ഉണ്ട് ഗെയിം. അപ്പോൾ മാസമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ഇവൻ ഈ ഇടിക്കാനായിട്ടുള്ള ആംഗ്യങ്ങൾ കാണിച്ച് പലപ്പോഴും അവിടെ വന്നിട്ടുണ്ട്. ഇടിക്കാൻ പോത്തല്ല തല്ലിയിട്ടില്ല. അപ്പോൾ അവിടെയുള്ള ബാക്കി കണ്ടസ്റ്റൻസ് ഇവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രാവശ്യവും ഇവനെ കളിയാക്കുന്നുണ്ട്. നിങ്ങൾ ഇടിക്കും എന്നുള്ള ഇടിക്കത്തില്ല എന്നുള്ള രീതിയിൽ ഓൾറെഡി അവൻ്റെ മാസ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴും തന്നെയാണ് ആ ആഴ്ച തന്നെയാണ് ലാലേട്ടനും വന്ന് ഇവൻ്റെ അടുത്ത് പറയുന്നത്, നീ എന്തോ ഇടിക്കും എന്ന് പറഞ്ഞിട്ട് എന്നാൽ ഞാനൊക്കെയാണ് ഇടിച്ചേനെന്ന് പറയും. അപ്പോൾ ഇവന് യുക്തി ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. അപ്പോൾ വീണ്ടും ലാലേട്ടനും വന്ന് കളിയാക്കി. ഇനി അടുത്ത പ്രാവശ്യം കൂടി ഇവൻ ഇങ്ങനെ ആയി വരുമ്പോഴത്തേക്ക് അവൻ ഉറപ്പാണ് പിന്നെ അവിടെ ഇവൻ കോമാളിയായി മാറുകയാണ്. അങ്ങനെ കോമാളി അവന് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് അവൻ എന്തും വരട്ടെന്ന് പറഞ്ഞാൽ തന്നെയാണ് ഇടിച്ചത്. അതിന് ഒരു പരിധിവരെ ലാലേട്ടനും അതിനകത്ത് കുറ്റക്കാരൻ തന്നെയാണ്. ഈ ഒന്നാമത് മൈൻഡ് ഗെയിമാണ് നമ്മൾ പറയുന്നു അല്ലെ. പല രീതിയിൽ പ്രഷർ നമുക്ക് കിട്ടുന്നു, പല രീതിയിലേക്ക് പ്രൊവോക്ക് ചെയ്തപ്പെടാം. ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരും. എന്നാൽ പോലും നമ്മുടെ കടിഞ്ഞാൻ നമ്മുടെ കയ്യിലാവണം എന്ന് കൂടി പഠിപ്പിക്കുന്നതല്ലേ ബിഗ് ബോസ് ഷോ അല്ലെ. ഉറപ്പായിട്ടും പലവരും അവിടെ കിട്ടിയിട്ടുള്ള പ്രൊവോക്ക് ചെയ്ത രീതി വെച്ചൊക്കെ എനിക്കൊക്കെ കിട്ടിയിട്ടുള്ള 16 പേര് എനിക്കെതിരെയായിരുന്നു. അപ്പൊ അങ്ങനെ അത്രമാത്രം ബ്രില്യന്റ് അല്ലല്ലോ റോക്കി. ഇപ്പൊ ഫിറോസ്ക തന്നെ പറയുന്നുണ്ട്, ഞാൻ അവിടെ ഇത്രയൊക്കെ വന്നാൽ പോലും ഞാൻ ഒരു മോശം വാക്ക് സംസാരിക്കുകയോ ഉച്ചത്തിൽ സംസാരിച്ചേക്കാം, അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ളത്. ഇത് ഫിറോസ്കയുടെ യുക്തിയാ. കാരണം ഇത് വിട്ടു പോവരുത് എന്നുള്ളത് എന്ന് വെച്ചിട്ട് നല്ല രീതിയിലേക്ക് അറ്റാക്ക് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെയും ഇതേ സമാനമായ റോക്കിയുടെ ബുദ്ധി. പക്ഷെ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. ഓൾറെഡി എനിക്കത് ജഡ്ജായിരുന്നു. ഈ റോക്കി എന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കര ബ്രില്യന്റ് ഒന്നും അല്ല. ഞാൻ പറഞ്ഞത് അയാൾ ഭയങ്കര ഇതൊക്കെ തരണം ചെയ്തു പോകുന്ന അത്ര അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് നമുക്ക് ആ സംഭാഷണത്തിൽ നിന്ന് ഒരാളുടെ ഒരു സംഭാഷണത്തിൽ മനസ്സിലാവും ഇവൻ എത്രത്തോളം ഇതാണെന്നുള്ളത്. അത് എനിക്ക് അപ്പോഴേ മനസ്സിലായി ഓൾറെഡി ഇവൻ എന്തായാലും ഒരാളെ ഇടിക്കും എന്നുള്ള ലാലേട്ടൻ കൂടെ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഇവിടെ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞു. ലാലേട്ടൻ പറഞ്ഞതിന്റെ പേരിലാണ് ഇടിച്ചതെന്ന് നമുക്ക് പറയാം. ലാലേട്ടൻ പറഞ്ഞതിന്റെ പേര് മാത്രമല്ല, ലാലേട്ടനും അത് കാരണക്കാരനാണ് ഉറപ്പായിട്ട്. ആളുകൾ ഇപ്പൊ അവിടെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഗെയിം കളിക്കും. ഇപ്പൊ തുടക്കത്തിലുള്ളവരെ പോലെ ചിലപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞു പിന്നീട് ഗ്രാജുവലി ഇത് മാറ്റം വന്നിട്ടുണ്ട്. കളി പഠിച്ച് അവിടുത്തെ സിറ്റുവേഷൻ
സിറ്റുവേഷൻ അറിഞ്ഞ് ഇപ്പൊ തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ മണ്ടൻ എന്ന് വിളി കേട്ടിട്ട് എല്ലാവരും ഒരുമിച്ച് പറഞ്ഞൊരു വ്യക്തി ജിൻഡോ. ആ പറഞ്ഞ ജിൻഡോ തന്നെയാണ് ഈ മുൻ മത്സരത്തിന് ഫിറോസ്ക്ക് തന്നെ പറയണു ഏറ്റവും ബെസ്റ്റ് കണ്ടസ്റ്റന്റിൽ ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ല, ഏറ്റവും ബെസ്റ്റ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞത്. കുറെ ക്വാളിറ്റീസ് വിലയിരുത്തുന്ന ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ ഒരു ക്വാളിറ്റി വന്നതുകൊണ്ടായിരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക അല്ലെ? അപ്പൊ നിങ്ങൾ എന്റെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാഗ്രാമിലോ എന്തെങ്കിലും ഒന്ന് കണ്ട ഡേ 1 മുതൽ ഞാൻ ഇയാൾ ഇഷ്ടമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മണ്ടനാണ്, അതായത് മണ്ടനല്ലെന്നല്ല, അയാൾ ഒരു ഭയങ്കര ബുദ്ധിമാനായ ഗെയിമർ അല്ല, പക്ഷേ എവിടേക്കോ നിഷ്കളങ്കതയും. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ ഇപ്പോഴും കിടപ്പുണ്ട് ആ വീഡിയോ. പുള്ളിയുടെ ഫസ്റ്റ് വീക്ക് മുതൽ ഞാൻ പറയുന്ന കാര്യമാണ്. ഒരു ശിക്കാരി ശമ്പു പോലെയാണ്, മനസ്സിലായ ആള്. ഭയങ്കര മണ്ടത്തരങ്ങളും ഒരുപാട് ബുദ്ധിപൂർവ്വം ഗെയിം കളിക്കുന്നില്ല ഇന്ന് വരെ. കഴിവുണ്ടല്ലോ, അതൊരു ഭാഗ്യവും. നിഷ്കളങ്കനാണ് ഭയങ്കര. അത് ചില സീസണിൽ അങ്ങനെ പെടും. ഇതേ കണക്കൊരു ജിൻഡോ ഇനി അടുത്ത സീസണിൽ ഉണ്ടായ ആൾക്കാർ അംഗീകരിക്കത്തില്ല. അപ്പോൾ പുള്ളിയുടെ മണ്ടത്തരങ്ങളും അതുമൊക്കെ നമ്മൾ അറിയാതെ ഇഷ്ടപ്പെടുന്നു. വേറെ ഗെയിമേഴ്സും ഇല്ല അവിടെ നിന്നല്ല. അപ്പോൾ ഈ മണ്ടത്തരം ആയിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ആ മണ്ടത്തരം കാണിക്കുന്നത്, നിഷ്കളങ്കത കാണിക്കുന്നത് ആളുടെ പ്രീ പ്ലാൻഡ് ആണെങ്കിലോ? അല്ലല്ല, അത് ഒരിക്കലും നമുക്ക് അങ്ങനെ പ്രീ പ്ലാൻഡ് ആയിരുന്നെങ്കിൽ പലയിടത്തും പൊളിയേണ്ട സാഹചര്യം വന്നു. ഒരിക്കലും അല്ല. അത് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. ചില കാര്യങ്ങൾ പുള്ളി അങ്ങനെയാണെങ്കിൽ പൊളിയേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ വന്നു. പുള്ളി നമുക്ക് ഇത്ര എപ്പിസോഡ് കാണുമ്പോൾ തന്നെ, ഞാൻ 10-52 എപ്പിസോഡ് ഇപ്പം കണ്ടു കഴിഞ്ഞു. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാവും പുള്ളി അത് ആ ഒരു കൊച്ചു മണ്ടത്തരം ഉള്ള ഒരാളാണ്. അതായത് അങ്ങനെ വിവേകത്തോടെ ഗെയിമുകൾ കളിച്ച് അങ്ങനെ ക്രൂക്കറ്റ് മൈൻഡോടുകൂടി ഗെയിം കളിക്കുന്ന ഒരാളെ അല്ല ജിൻഡോ. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ഈ നിഷ്കളങ്കത കൊണ്ടാണോ ഗബ്രീന് വേണ്ടി വട്ടം പിടിച്ചിട്ട് അമർത്തിയത്? അല്ല, അതൊക്കെ ഈ മണ്ടത്തരത്തിൽ പെടുന്നതാണ്. നമ്മൾ പറഞ്ഞ ഒരു ആക്ട് അല്ല, ഒരു മണ്ടന്മാരങ്ങനെ ചെയ്യത്തില്ലേ? ഫിസിക്കൽ അസോൾട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ വേദനിപ്പിക്കുക കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ മണ്ടനാണ്, അതുകൊണ്ട് എന്നോട് അല്ല. അപ്പൊ മണ്ടന്മാർ അങ്ങനെ ചെയ്യില്ലേ? എത്രയും മണ്ടന്മാർ ആൾക്കാരെ കൊല്ലുന്നുണ്ട്. ആൾക്കാർ മണ്ടന്മാർ നിഷ്കളങ്കരായ, ഞാൻ നിഷ്കളങ്കനായതുകൊണ്ടാണ്, എനിക്ക് കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ് എങ്കിൽ അങ്ങനെ ന്യായീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജാസ്മിൻ ഞാൻ അറിയാത്ത സംഭവം ചെയ്തു പോയതാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ചായ തുമ്മിയതൊക്കെ ന്യായീകരിക്കാൻ പറ്റുമോ? ഇല്ല. ആള് ഇനിയിപ്പോ ആള് പറയുന്നത് എനിക്ക് ചിലപ്പോൾ അലർജി ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്നും ഡെയിലി കുളിക്കാൻ പറ്റില്ല എന്ന് വെച്ച് നമ്മൾ ന്യായീകരിക്കുകയാണ് ചെയ്തത്. ആ വലിയ ഒട്ടിക്കന്നെ ചെയ്ത് വിത്തില്ല. അപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ന്യായീകരിക്കാൻ, ചിലവരുടെ അത് വിട്ടുവീഴ്ച, ചിലവരുടെ അത് യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ. തെറ്റുകൾക്ക് കുറ്റം ഇത് ചെയ്യണം, നമ്മൾ ശിക്ഷ കൊടുക്കണം. ഞാൻ അതൊന്നുമല്ല, ആ ഏരിയ ഒന്നും ഞാൻ ടച്ച് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞത് ജിൻഡോ എന്ന് പറഞ്ഞൊരു വ്യക്തി മണ്ടൻ തന്നെയാണ്. പരിപൂർണ്ണ മണ്ടൻ എന്നല്ല, മണ്ടത്തരവും നിഷ്കളങ്കതയും ഒക്കെ ഉള്ള വ്യക്തിയാണ്. അയാളൊരു വലിയ ഗെയിമറേ അല്ല. ഞാനിപ്പോഴും പറയുന്നത് ഒരു വലിയ ഗെയിമറെ മാത്രം ഞാൻ ഇഷ്ടപ്പെടണമെന്നില്ല. ആ ഷോയിൽ പക്ഷേ പുള്ളി ഒരു രസകരമാണ്. പുള്ളിക്ക് എനിക്കും പുള്ളിയെ ഇഷ്ടമാണ്. എനിക്ക് പുള്ളി ഇഷ്ടപ്പെട്ട ആ ഉള്ളതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റും കൂടിയാണ് പുള്ളി. ആ നിഷ്കളങ്കതയും ആ മണ്ടത്തരങ്ങളും തന്നെയാണ് എനിക്കിഷ്ടം. എനിക്ക് ചില സിനിമയിൽ മോഹൻലാലും ജഗതി അഭിനയിച്ചാൽ എനിക്ക് ജഗതി ആയിരിക്കും ചിലപ്പോൾ ഇഷ്ടം. അത് കോമഡി പറയുന്നുണ്ട്, നായകൻ മോഹൻലാലായിരിക്കും. അതേപോലെ നമുക്ക് ഇഷ്ടപ്പെടാമല്ലോ. എൻ്റെ ഇഷ്ടമാണ് പറയുന്നത്. എനിക്ക് ആ പുള്ളിയുടെ നിഷ്കള ഇതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അപ്പോൾ പോലും ഞാൻ പറയുന്നത് പ്രൈസ് അല്ലെങ്കിൽ പിന്നെ കപ്പ് കൊടുക്കേണ്ടത് ജാസ്മിനാണ്. ഷോ കൊണ്ടുവന്ന ജാസ്മിനാണ്. ഈ ഷോ കൊണ്ടുവന്നതിനൊപ്പം തന്നെ ഈ വോട്ടിംഗ് കൂടെ അനിവാര്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് അതിൽ വിശ്വാസമില്ല. ഷോ കൊണ്ടുവന്നത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഇനിയിപ്പോൾ അവിടെ ഗെയിം കളിച്ചില്ലെങ്കിലും ആളുകളെ മാക്സിമം ബാക്കിൽ ട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഷോ ആ രീതിയിലേക്കാണെങ്കിൽ പോലും അങ്ങനെ കൊടുക്കാം. അതാണ് അത് ശരിക്കും മാനദണ്ഡം. ഇതില് 101% വോട്ടിങ്ങിൽ ഞാൻ വിശ്വസിക്കാത്ത ഒരാളാണ്. മനസ്സിലായി. പിന്നെ നമ്മൾ ഒന്ന് ബോധപൂർവം ചിന്തിച്ചാൽ മതി. ഒരു ബിസിനസ്സാണ്. എൻഡ് ഓഫ് ദി ഡേ ഇതൊരു ബിസിനസ്സാണ്. ഇപ്പം എനിക്ക് ബിസിനസ് ചെയ്ത് എൻ്റെ താഴെ നിൽക്കുന്ന ഒരാൾ എനിക്ക് 100 രൂപ അയാളെ കാരണം എനിക്ക് കിട്ടുകയാണെങ്കിൽ അതിലൊരു 10 രൂപ ഞാൻ അയാൾക്ക് കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു മാന്യതയാണ്. മനസ്സിലായി. അയാളെ കാരണം കിട്ടുന്ന ഒരു 100 രൂപ അയാൾക്കൊരു അതിലൊരു 10 രൂപ കൊടുക്കും. അപ്പോൾ ഇവിടെ ഈ ബിസിനസ്സിന് ഉറപ്പായിട്ടും എന്തെന്ന് പറഞ്ഞാലും ഇനി അവർ നെഗറ്റീവായിട്ട് പോർട്രേറ്റ് ചെയ്തോ എന്തായാലും അല്ല, ഒരു വ്യക്തിക്ക് എല്ലാവരും നെഗറ്റീവല്ല. അപ്പോൾ അവർ പോർട്രേറ്റ് ചെയ്ത് അദ്ദേഹത്തിന് നെഗറ്റീവ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വെറുക്കപ്പെട്ടത്, ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് ഉണ്ടായത്. എന്നിട്ടും എന്തുകൊണ്ടാണ് അവരെ തന്നെ കൊണ്ടുപോകുന്ന ഈ ഷോ ഈ അവസാന നാൾ വരെ? അവരില്ലെങ്കിൽ ഇല്ല ഷോ. അപ്പോൾ അവരെ വെച്ച് ബിസിനസ് ചെയ്യുന്നൊരു ഇതിൽ അവർക്ക് തന്നെ പ്രൈസ് കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതെൻ്റെ മാത്രം ആഗ്രഹമാണ്. അങ്ങനെ ഏത് എല്ലാ സീസണിലും ഏറ്റവും മോശമായി ചിത്രീകരിച്ചവരോ ഷോ കൊണ്ടുപോയവർക്ക് തന്നെയാണോ എല്ലാ സീസണിലും കൊടുത്തിട്ടുള്ളത്? അങ്ങനെയല്ല, ഞാൻ എൻ്റെ ആഗ്രഹമല്ലേ പറഞ്ഞത്. ഇപ്പോഴും അവർക്ക് കൊടുക്കുമെന്ന് എനിക്കറിയില്ല. ഇത് എൻ്റെ ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത്. ഇത് എൻ്റെ മനസ്സിൽ തോന്നിയത് അല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ തോന്നിയത് അവർക്ക് കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ കൊടുക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരാൾക്കായിരിക്കും കൊടുക്കുന്നത്. ഇത് ഈ ജനവിധിയിൽ താല്പര്യമില്ലാതെ എങ്ങനെ വേണമെങ്കിലും അവർക്ക് മാറ്റാമെന്ന് പറയുന്നു. അവിടെ എങ്ങനെയൊക്കെ ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോകുന്ന പറയുന്നു. ഇതിന് വിപരീതമായിട്ട് ചിലത് കൂടി സംഭവിക്കുന്നുണ്ടാവും. ഒരു പക്ഷേ ഈ സീസണിൽ തന്നെ ഇപ്പൊ ഫിറോസ്ക അന്ന് അഖിൽമാരുടെ കാര്യത്തിൽ പറഞ്ഞെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സിബിൻ ഈ വർഷം ഈ സീസണിൽ ഇറങ്ങിയപ്പോൾ പറഞ്ഞ കാര്യം ജാസ്മിനെതിരെ അല്ലെങ്കിൽ സംസാരിക്കരുത് അത്തരത്തിലുള്ള തുറന്നു പറഞ്ഞിട്ടുള്ള വ്യക്തി കൂടിയാണ്.
ഇതിലെ എന്തോ എത്രത്തോളം വസ്തുത ഉണ്ടെന്ന് തോന്നുന്നു അത്തരത്തിലെ ജാസ്മിനെതിരെ ഞാനത് കേട്ടില്ല. ജാസ്മിനെതിരെ എന്തോ ഐ മീൻ സംസാരിക്കരുത് അല്ലെങ്കിൽ ഗെയിം പ്ലാൻ ചെയ്യരുത് സംസാരിക്കരുത് എന്നുള്ള രീതിയിൽ തുറന്നു പറച്ചിലുണ്ടായിരുന്നു ഇപ്പൊ സിബിന്റെ കാര്യത്തിലാണെങ്കിലും അവിടെ മത്സരാർത്ഥികളോട് എന്നുള്ള രീതിയിലേക്ക് പറയും. ഇപ്പൊ അവിടെ പോയ സമയത്ത് ഗെയിമർ ആയിട്ടല്ല പോയത്, ഫിറോസ്ക്ക് പോയത് ഗെയിമർ ആയിട്ടല്ല, പക്ഷെ അവിടെയുള്ള കണ്ടസ്റ്റൻസിനോട് തന്നെ എന്നുള്ള രീതിയിലേക്ക് ഇത്തരത്തില് നിർദ്ദേശങ്ങൾ കൊടുക്കുമോ? ഒരിക്കലില്ല, എൻ്റെ എക്സ്പീരിയൻസിലില്ല. ഞാൻ ചലഞ്ചറായിട്ട് പോയപ്പോഴും എനിക്ക് നിർദ്ദേശം കിട്ടിയിട്ടില്ല, ഗെയിമറായിട്ട് പോയപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ കളിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ പുറത്ത് വരുമ്പോഴാണെങ്കിൽ പോലും അവിടെ കഴിഞ്ഞു, ഈ പുറത്ത് വരുമ്പോഴാണെങ്കിലും ആ കണ്ടസ്റ്റന്റിനെതിരെ സംസാരിക്കരുതെന്ന് പറയുന്നത് ഒരിക്കലും പറയത്തില്ല, പറയില്ല. അങ്ങനെ ഒന്നും അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ്. അങ്ങനെ എൻ്റെ അടുത്ത് എനിക്ക് എൻ്റെ കാര്യം പറയാൻ പറ്റൂ, അങ്ങനൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് എന്താണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, പക്ഷേ പുള്ളി സിബിൻ. പക്ഷേ അദ്ദേഹം ഒന്ന് രണ്ട് തവണ അദ്ദേഹം തന്നെയാണ് വന്ന് ഞാൻ പോകണമെന്ന് പറഞ്ഞത് അല്ലേ. അദ്ദേഹം വന്ന് ഞാൻ കണ്ടതാണ് എപ്പിസോഡിൽ തന്നെ വന്ന് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല പോകണം എന്ന് പറഞ്ഞ സമയത്ത് ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ കൊണ്ടുവന്ന് കൂളാക്കിയിട്ട് വീണ്ടും വിട്ട് വീണ്ടും പോകണമെന്ന് പറഞ്ഞു. പിന്നെ വന്നിട്ട് പുള്ളി പുറത്ത് വന്നിട്ട് ഇത് പറയേണ്ട ആവശ്യമില്ല, എന്നെ അവർ ഔട്ടാക്കിയതാണ്. ഈ വിവാദങ്ങൾ അല്ലെങ്കിൽ ഈ പ്രസ്താവന പറഞ്ഞു തുടങ്ങിയത് ഈ മെഡിസിന്റെ പേരിലായിരുന്നു. സിബിൻ തന്നെ പുറത്തു ആക്കിയതിനേക്കാൾ അപ്പുറം സിബിൻ പറയുന്ന ഒരു കാര്യം ഈ മെഡിസിൻ തന്നു, സെക്രട്ടറി മെഡിസിൻ തന്നു എന്നുള്ളതാണ്. അത്രയും ഗൗരവമേറിയ ഒരു വിഷയം കൂടിയാണ് അല്ലെ? തീർച്ചയായും ആണ്. അപ്പോൾ ഇത് ശരിക്കും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. അല്ല, ആ മെഡിസിൻ കൊടുത്തെന്നുള്ളതിൻ്റെ എനിക്കതിലൊട്ടും വിശ്വാസമില്ല. പുള്ളിക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അസുഖത്തിനുള്ള മരുന്ന് കൊടുക്കും എന്നുള്ളതല്ലാതെ ഇപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ആദ്യമായിട്ട് പ്രഷറിൻ്റെ ഗുളിക കഴിച്ച ഒരാളാണ്. കാരണം അത്രയും പ്രഷറാണ് അതിനകത്ത്, പ്രഷർ കുക്കറിലിട്ട് അടിക്കുന്ന കണക്കാണ്. പ്രത്യേകിച്ച് എൻ്റെ അന്ന് നിന്ന രീതികളും അങ്ങനെയായിരുന്നു. അങ്ങനെ 2 പ്രാവശ്യം എനിക്ക് പ്രഷറിൻ്റെ ഗുളിക അവിടെ നിന്ന് കിട്ടിയായിരുന്നു, മനസ്സിലായി. അല്ലാതെ അതിൽ പിന്നെ അത് തുടരുകയോ അതിൻ്റെ പിന്നൊന്നും ഉണ്ടായില്ല. പിന്നെ തലവേദന വന്നപ്പോൾ എന്താ അതിനുള്ളൊരു സാധനം തന്നു എന്നുള്ളതല്ല. അത് നമ്മൾ ഇവിടെ വീട്ടിലായാലും നമ്മൾ ഇപ്പം ഇവിടെ വന്നാലും നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വാങ്ങില്ല, അതിന് പോലെ അവിടെ ഡോക്ടേഴ്സ് കൊണ്ട് തരുന്നു. അല്ലാതെ വേറെ ഈ പറയുന്ന പോലെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അതിനോടൊന്നും എനിക്ക് ചേർത്തേക്കുന്ന കാര്യം കൂടി ഉണ്ട്. ജിൻഡോനോട് മെഡിസിൻ ചോദിക്കുന്നു, ആവശ്യപ്പെട്ട മെഡിസിൻ അല്ല കൊടുക്കുന്നതെന്ന് പറയുന്നു. അതൊക്കെ പറയുന്നില്ലേ ആണ്. പക്ഷെ അതിനനുസരിച്ചിട്ട് ആളുടെ പിന്നീടുള്ള മത്സരത്തിലുള്ള ദിവസങ്ങളിൽ വരുമ്പോൾ ആളുടെ എനർജി ലെവൽ കുറയുന്നത് കാണാം, ആള് അതിനോടൊന്നും എനിക്ക് ഒട്ടും യോജിപ്പില്ല. അങ്ങനെ അത്ര ചീഞ്ഞ കളിയൊന്നും ബിഗ് ബോസ് ഇനിയിപ്പം അത് അതിൻ്റെ ആവശ്യമില്ല. അതിന് ഗുളിക കൊടുത്ത് അതിനെ മാറ്റിയിട്ട് അങ്ങനെ ആ ഒരു സ്റ്റേറ്റ്മെന്റേ എനിക്ക് അതിനോട് യോജിപ്പില്ലാത്ത. ഇവർ ഇത്തരത്തിൽ അങ്ങനെ വസ്തുത അല്ലെങ്കിൽ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നുണ്ടെങ്കിൽ എന്താണ് ഇതിൽ നേട്ടം? അല്ലെങ്കിൽ ഒരു വേദി ഒരു അവസരം തന്ന് ഇപ്പൊ ഇത്തരത്തിൽ സിബിൻ പറയുന്ന വിഷയങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മുൻ മത്സരാർത്ഥികൾ പറയുന്നതാണെങ്കിലും എന്തുകൊണ്ടാണ് ശരിക്കും ഒരു പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടില്ല എങ്കിൽ ഇവർക്ക് ഇത് പറയുന്നോണ്ടൊന്നും നമ്മള് മുന്നേയും പല കണ്ടസ്റ്റൻസും പുറത്ത് വന്നിട്ട് പല ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളും സ്ക്രിപ്റ്റഡ് ആണെന്ന് വരെ പറഞ്ഞ കണ്ടസ്റ്റൻസ് ഉണ്ട്. ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷേ ഇത് സ്ക്രിപ്റ്റ് ആണല്ലോ എന്നുള്ളത് നമുക്കറിയാം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഈ അങ്ങനെ നമ്മളെടുത്തൊന്നും പറഞ്ഞുകൂടി. സ്ക്രിപ്റ്റ് അല്ല എന്ന് പറയുമ്പോഴും അതിനേക്കാൾ ഗൗരവമായിട്ടുള്ള സംഭവമല്ലേ ഈ പ്ലാൻഡ് എഡിറ്റഡ് വേർഷൻ സാധനം ഇറങ്ങുന്നത്? അത് നമ്മൾ എന്തെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് എഡിറ്റ് ചെയ്ത് വരുന്നത്. നമ്മൾ ഈ പറയുന്നതല്ല വേറൊരു കാര്യത്തിനകത്ത് നിങ്ങൾ എഡിറ്റ് ചെയ്തിടാൻ പറ്റുമോ? എഡിറ്റ് ചെയ്ത് വരുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണെന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതിൽ തിരുത്തി വരുത്തിയിരിക്കുന്നു. ജാസ്മിന് ചെയ്ത കാര്യങ്ങൾ തന്നെ വന്നേ. അത് ഈ ജാസ്മിൻ ചെയ്ത് പുറത്തിടാൻ പാടുമോ എന്നുള്ളത് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. ഞാനത് കുറ്റം പറഞ്ഞില്ല. അവരുടെ പ്ലസ് ഉണ്ടാവും, അവരുടെ നെഗറ്റീവ് മാത്രമല്ല. ഒരു മനുഷ്യന് പ്ലസും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അവർ നെഗറ്റീവ് വെച്ചാട്ടാ കുട്ടിയെ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ അതങ്ങനെ തിരുത്തേണ്ട കാര്യം. തുടക്കത്തില് ഒരു കണ്ടസ്റ്റന്റ് വരുമ്പോൾ സമയത്ത് ഇവർ ഈ ട്രാക്ക് പിടിക്കുക എന്നുള്ളത് അത്രയും പ്രീ പ്ലാൻഡ് ആയിട്ടിരിക്കുന്നതാണോ? അത് പോകുന്ന വഴിക്ക് കിട്ടുന്ന വിവാദങ്ങളിൽ നേരത്തെ ഒരാളെ കുറിച്ച് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇല്ല, അവിടെ ചെന്നതിന് ശേഷം ഇവരെ ഒരു 1 വീക്ക് പോകുമ്പോൾ ഇവർക്ക് മനസ്സിലാവും, അവരുടെ ഗ്രാജുവലുള്ള യാത്രയിൽ മനസ്സിലാവും ഇവരുടെ ഏത് ട്രാക്ക് പിടിച്ചാൽ അത് അങ്ങനെ വരുന്നത്. അല്ലാതെ ഇതൊന്നും പ്ലാൻ ചെയ്ത് വിടാൻ എങ്ങനെയാണ് നമ്മൾ അഭിനയിക്കുമല്ലോ അവിടെ, അല്ലെ അവർ പറയുന്ന കണക്ക് ആക്റ്റീവ് അല്ലോ. പക്ഷെ കുറച്ച് പോകുമ്പോൾ ഒരാളുടെ നേച്ചർ മനസ്സിലാവും. അത്രയും ബുദ്ധിയുള്ളവർ അവിടെ ഇരിക്കുന്നത്. ഈ രീതിയിലേക്കാണ് നിങ്ങൾ അവിടെ ഗെയിം ചെയ്യേണ്ടത് അല്ലെങ്കിൽ മുൻകൂട്ടി പറയേണ്ടത് എന്ന് വരെ നിർദ്ദേശം കിട്ടുന്നു എന്ന് പറയുന്നു. അതാര് പറഞ്ഞു? ഇപ്പൊ സിബിൻ തന്നെ പറഞ്ഞു ഒരിക്കലും ഇല്ല. ഞാൻ ആദ്യത്തെ 3ാമത്തെ സീസൺ 2 മാസം നിന്ന ഒരാളാണ്, ചലഞ്ചറായിട്ട് പോയിട്ട് ഉള്ള ഒരാളാണ്. ഒരിക്കലും അങ്ങനെ ഒരു നിർദ്ദേശം എനിക്ക് കിട്ടിയിട്ടില്ല, ഞങ്ങളുടെ സീസണിലും കിട്ടിയിട്ടില്ല. പക്ഷെ അഭിഷേക് ഓൾറെഡി പറഞ്ഞു ഈ സീസണിലെ അല്ല, എനിക്ക് എന്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. മറ്റുള്ളവരെല്ലാം അങ്ങനെ പറഞ്ഞപ്പോൾ എന്റെ എക്സ്പീരിയൻസ് സീസണുകൾ മാറുന്നതിനനുസരിച്ചിട്ട് അവരുടെ ഈ നയങ്ങൾ മാറ്റം വരുന്നുണ്ടാവുമായിരിക്കും. സംഭവിക്കുന്നുണ്ടോ? പുറത്തിറങ്ങിയിട്ട് അത്തരത്തില് ഈ പരാമർശം ഒന്നുമില്ല. ഞാൻ പോലും നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് കൂട്ടിച്ചേർക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്
ഞാൻ പോലും പല കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് ഇതേ ബിഗ് ബോസിൽ പോയ ഒരാളാണ്, എനിക്ക് ബിഗ് ബോസ് പ്ലാറ്റ്ഫോം തന്ന ഒരാളാണ്, എങ്കിൽ പോലും അതിലെ തെറ്റുകൾ ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് കൊള്ളില്ലെന്നോ. നമ്മൾ ഇപ്പം വീട്ടിൽ തന്നെ, നമ്മുടെ വീട്ടിൽ തന്നെ അച്ഛനും അമ്മയും നമ്മുടെ ഏറ്റവും അവരാണ് നമുക്ക് ജന്മം തന്ന, അവരുടെ ഒരു തെറ്റ് കണ്ടാൽ നമ്മൾ പറയും, തിരിച്ച് നമ്മളിലൊരു തെറ്റ് കണ്ടാൽ അവർ പറയാം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ശത്രു എന്നുള്ളതല്ല. ഇപ്പം ഈ പറയുന്നവരെല്ലാം പുറത്ത് വന്നിട്ട് അതേ ഷോയിൽ പോയവർ തന്നെയാണ് എന്ന് പറഞ്ഞ് തെറ്റ് പറയാതിരിക്കണമെന്നാണോ അതിൻ്റെ അർത്ഥം? ഇല്ല, പറയും, തെറ്റുകൾ കണ്ടാൽ പറയും. അത് നമ്മൾ അത് അങ്ങനെയാണ്. അതിനൊരു കുറ്റമൊന്നോ ഇതൊന്നും ഞാൻ പറയുന്നില്ല. അവരുടെ പോസിറ്റീവ് നമ്മൾ പറയുന്നുണ്ട്, അവരുടെ തെറ്റുകളും പറയുന്നുണ്ട്. അല്ലാതെ അവരെ മറച്ചു വെച്ചിട്ട് ഇതെനിക്ക് സ്ക്രിപ്റ്റ് അങ്ങനെ ജനത്തെ പറ്റിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഇത് 100% ജനുവിനാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ്. ഒന്നാമത് ഞാൻ ഇതൊക്കെ അങ്ങനെയാണ് ഞാൻ തന്നെ ആദ്യം വിളിച്ചു പറയുന്ന ഒരാളാണ്. 100% ജനുവിൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ബിഗ് ബോസിനൊരു ഗെയിമുണ്ട്, ഇത് ആർക്ക് കപ്പ് കൊടുക്കണം, അതൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത്. ആർക്ക് കപ്പ് കൊടുക്കണം, അല്ലാതെ വോട്ടിംഗ് എന്നൊന്നും എനിക്ക് അതിൽ വിശ്വാസമില്ല. എനിക്ക് വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നതെന്ന് അതിൽ മാത്രമേ ഉള്ളൂ എനിക്ക് വിശ്വാസമില്ല. സോ അത്തരത്തിൽ ഇതുപോലെ അവിടെ വന്ന് ഇതുപോലെ ഡ്രസ്സിനൊപ്പം കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞു, ഇതിൽ ശരിക്കും വസ്തുതയുണ്ടോ ശരിക്കും? അതോ അതിൽ ആദ്യം തന്നെ കിടിലം ഫിറോസ് എന്ന് പറഞ്ഞൊരു വ്യക്തി എനിക്ക് അത്രമേൽ ഇഷ്ടപ്പെട്ടൊരു ആളാണ്. ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് ഇടിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരും. ആശയങ്ങൾ അവരുടെ ആശയങ്ങൾ പലതും നമുക്ക് യോജിക്കാത്ത ആശയങ്ങളാണ്. അതൊക്കെ ആശയപരമായിട്ടുള്ള വിഷയങ്ങളാണ്. പുറത്ത് ഇപ്പം നല്ല സൗഹൃദം ആയിട്ട് പോകുന്ന രണ്ട് വ്യക്തികളാണ്. പക്ഷേ ഈ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. പേപ്പർ മുടക്കിപ്പം പേപ്പർ കണ്ടെന്നോ എന്നുള്ള രീതിയിലേക്ക് പേപ്പർ അതിനൊപ്പം എന്നുള്ള ഡ്രസ്സിനൊപ്പം കണ്ടുപോകുന്നില്ല, അതിനോട് എനിക്ക് ഒട്ടും യോജിക്കുന്നില്ല. അങ്ങനെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി അവിടെ വസ്ത്രങ്ങൾ അവർ അത്രമേൽ ചെക്ക് ചെയ്ത് മൈന്യൂട്ടായിട്ട് ചെക്ക്, അതിനൊരു ടീം തന്നെ ഉണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ അത്രമേൽ ചെക്ക് ചെയ്തിട്ടാണ് ഈ വസ്ത്രങ്ങൾ അകത്തേക്ക് വിടുന്നത്. എന്തെങ്കിലും ഒരു ലേബൽ ഉണ്ടെങ്കിൽ പോലും അവിടെ അതിനുള്ളിൽ ആൾ തന്നെ ചെയ്തു എന്നാണ് പറയുന്നത് കേട്ടോ. എന്തെങ്കിലും ഒരു ലേബൽ ഉണ്ടെങ്കിൽ പോലും ഒരു ബ്ലാക്കില്ല ഇത് വെച്ചിട്ട് അവർ മറയ്ക്കും അവിടെ. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു കമ്പനിയുടെ പേരുണ്ടെങ്കിൽ പോലും ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് ഡ്രസ്സിന് അത്രമേൽ സൂക്ഷ്മമായി പരിശോധിച്ച്, ഡ്രസ്സ് എന്ന് മാത്രമല്ല പക്ഷേ പരിശോധിക്കുന്നത് അതിനുള്ളിൽ തന്നെ സംഘാടകരല്ലേ ആണ്, അവർ തന്നെയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എനിക്ക് അത്ര അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസേ ഇല്ല. അങ്ങനെ ഒരു കാര്യമേ അവിടെ നടക്കില്ല എന്നുള്ളത് എനിക്ക് ബോധ്യമാണ്. ഈ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരാൾ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കൂടെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ ഈ സീസൺ 6 എത്തുമ്പോഴും ഇതിൻ്റെ മത്സരാർത്ഥികളപ്പുറം ഈ മുൻ മത്സരാർത്ഥികൾ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരാൾ തുടങ്ങി വെച്ചൊരു കാര്യത്തെ പറ്റി പിന്നെ മുൻ സീസണുകളെ കണക്ട് ചെയ്തിട്ട് വരുന്നു. ഇതിലെവിടെയും വസ്തുത ഉണ്ടായിട്ടാണോ അതോ എവിടേക്ക് ഒരു അറ്റൻഷൻ സീക്കിങ് ഇതിന്റെ ഭാഗമായിട്ട് മാറുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇതിലൊക്കെ നമ്മൾക്ക് നമ്മുടെ കാഴ്ചപ്പാടിലുള്ള സംഭവം മാധ്യമങ്ങൾ തുറന്നു പറയാം. ഒന്നാമത് നമ്മൾ ഈ ബിഗ് ബോസിനെ കുറിച്ച് ഇപ്പം തുറന്നു പറയാം. നമ്മൾ ഈ ഷോയിൽ വന്ന ഒരാളാണ്, നമ്മളൊരു 10 പേരിൽ ഒരു 5 പേരെങ്കിലും അറിയുന്നതാണ്. നമ്മളെ വാക്കുകൾക്ക് ആ ഒരു വാല്യൂ എല്ലാവരും തരുന്നതാണ്. സോ നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്ന് നമ്മൾ അതിനകത്ത് നിന്ന് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ കൂടാണ്. അപ്പം നമുക്ക് തുറന്നു പറയാം നമുക്കറിയാവുന്ന കാര്യങ്ങൾ. അത് കേൾക്കാനുള്ളവരും ഉണ്ട്. ഇനി അത് കേട്ടിട്ടായാലും തെറി വിളിക്കുന്നവർക്ക് വിളിക്കാം, നല്ലത് പറയുന്നവർക്ക് പറയാം. പക്ഷേ അത് കേൾക്കുന്നത് കൊണ്ടാണല്ലോ, അത് കേട്ടിട്ടാണല്ലോ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നമ്മുടെ കാഴ്ചപ്പാട് തുറന്നു പറയാനുള്ള ഗട്ട്സ് ഇപ്പോൾ തൽക്കാലം എനിക്കുണ്ട്. എവിടേക്കോ ഈ ഗട്ട്സിനൊപ്പം തന്നെ ഗ്രാറ്റിറ്റ്യൂഡോടെ കയറി വരും. ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്കയില്ല. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് വരുമ്പോഴും ആ ഗ്രാറ്റിറ്റ്യൂഡ് നിലനിൽക്കെ തന്നെ നമ്മൾ തെറ്റുകൾ പറയും. അത് ആ ഗ്രാറ്റിറ്റ്യൂഡ് പോകില്ലല്ലോ. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയോടും എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ തെറ്റുകൾ ഞാൻ മുഖത്തൊക്കെ പറയാതിരിക്കില്ലല്ലോ. ഇല്ല, പക്ഷെ ആ പറയുന്ന തെറ്റുകൾ അവരുടെ മുഖത്ത് നോക്കിയിട്ടില്ല പറയാം, അല്ലെങ്കിൽ വീട്ടിലായിരിക്കില്ല പറയാം. അതെ, അങ്ങാടിയിൽ വന്നിട്ട് 4 ആൾ കൂടുമ്പോഴായിരിക്കില്ല. ഇതെല്ലാം അങ്ങാടിയിൽ നടക്കുന്ന കാര്യമുണ്ട്, അങ്ങാടി തന്നെ പറയേണ്ടതുണ്ട്. ഈ അങ്ങാടിയിൽ നിന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ ആദ്യം ഗ്രാറ്റിറ്റ്യൂഡ് കേസ് പറയുമ്പോൾ ഈ ചാനൽ അധികാരികളോട് ഒരു പക്ഷേ ആദ്യം സംസാരിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ സംഘാടകരോട്, കോർഡിനേറ്റേഴ്സിനോട്, ഷോ ഡയറക്ടേഴ്സിനോടൊക്കെ ശരിക്കും ഇവരോട് സംസാരിച്ചതിന് ശേഷം ഒരു മറുപടി ഇല്ലാതെ ആകുമ്പോഴാണ് ശരിക്കും പൊതുവായി പറയേണ്ടി വരിക. ഇപ്പോൾ ഈ സംഘാടകരെ ബാധിക്കുന്ന സാധനം ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനെ അല്ലാത്ത കാര്യങ്ങൾ ഒരുപക്ഷെ ഞാൻ അവരോട് സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, എത്രയോ കാര്യങ്ങളുണ്ട്. മറുപടി ഇല്ല, മറുപടി ഇല്ലാതെ ആകുമ്പോഴാണ് ശരിക്കും ഇത്തരത്തിൽ പൊതുവായിട്ട് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊരു സാധനം മറന്നു വെച്ചിട്ട് അവർക്കെതിരെ സംസാരിക്കും. മറക്കുമല്ല, ഗ്രാറ്റിറ്റ്യൂഡ് മറക്കേണ്ട കാര്യമില്ല. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാളുടെ കുറ്റങ്ങൾ നമ്മൾ കണ്ണടച്ച് കാണിക്കലല്ല ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ അർത്ഥം. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് നമ്മൾ എന്താണ് അതിന് PC എന്നല്ല അതിനർത്ഥം. അത് നമ്മുടെ കാഴ്ചപ്പാട് വരുന്ന സമയത്ത് അത് മൊത്തം ഷോയിനെയും അല്ലെങ്കിൽ പക്ഷെ ഒരു വ്യക്തി 2 വ്യക്തിയിൽ ഒതുങ്ങുന്ന കാര്യത്തിന് മൊത്തം ഷോയും ചാനൽ അധികാരം ഒക്കെ ബാധിക്കല്ലേ. അതായത് ഈ വിഷയം വരുമ്പോഴാണെങ്കിലും സംസാരിക്കുന്നത് ബാധിക്കുന്നത് ബിഗ് ബോസ് എന്ന ഷോയെ തന്നെയല്ലേ, ഒരു വ്യക്തികളിലേക്ക് മാത്രം വിരൽ ചൂണ്ടി മാറുന്നില്ല. നമ്മൾ ഈ അഭിപ്രായങ്ങളും ഇങ്ങനെയൊക്കെ ഉള്ളത് നേരത്തെയും വന്നിട്ടുണ്ട്, ഇപ്പോഴും മാത്രമല്ല. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അത്ര ഇല്ലെങ്കിലും സെക്കൻഡ് സീസണൊക്കെ തൊട്ട്, രജിത്തേട്ടൻ്റെ സീസണൊക്കെ തൊട്ട് നിങ്ങൾ നോക്കിയാൽ മതി, അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഒരുപക്ഷെ ആ ഷോയ്ക്ക് തന്നെ ഗുണമായിട്ടായിരിക്കും ഫലിക്കുന്നത്.
മനസ്സിലായി. വേറെ എന്തിനെക്കുറിച്ച് ഒരു സീരിയലിനെ കുറിച്ച് നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടോ? വേറെ ഒന്നിനെക്കുറിച്ച് ഇതൊക്കെ ആക്ച്വലി എൻഡ് ഓഫ് ദി ഡേ ഇതൊരു പരസ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് പറയാനുള്ള കാര്യം പറയാതിരിക്കലല്ല ഗ്രാറ്റിറ്റ്യൂഡ്. ഇത് അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അത്രമേൽ ഷോ നിർത്തത്തക്ക രീതിയിലുള്ള നെഗറ്റീവായിട്ടൊന്നും ബാധിക്കുന്ന ഒരു കാര്യമല്ല ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും. ഈ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് കിട്ടിയ വലിയ അവസരമായിട്ട് ഒരു വേദിയായിട്ടോ കാണുന്നതാണോ, അതൊരു ജോലിയാണ് നിശ്ചിതമായിട്ട് നിശ്ചയിച്ച അല്ലെങ്കിൽ ഒരു തുക നിശ്ചയിച്ചുകൊണ്ട് ആ ശമ്പളം വാങ്ങി ചെയ്യുന്ന അവർക്കനുസരിച്ച് ചെയ്യുന്ന ഒരു ജോലിയായിട്ടാണ് എങ്ങനെയാണ്? എന്നെ സംബന്ധിച്ചെന്നാൽ ഞാൻ ഈ ഫീൽഡ് തന്നെ എൻ്റെ പാഷനാണ് ഈ ഫീൽഡ്. അപ്പോൾ പാഷനിൽ നിന്ന് ഞാൻ വരുമാനം ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ രണ്ടെണ്ണം കൂടെ ചേർന്ന് എനിക്കിതിനെ കാണാൻ പറ്റും. എൻ്റെ പാഷനിൽ കൂടി ഞാൻ പോകുന്നു, എനിക്കിഷ്ടമുള്ള ജോലി ഞാൻ ചെയ്യുന്നു. ഇത് ജോലിയുമാണ്. ഇതിന് വരുമാനവും കിട്ടുന്ന വരുമാനം ഇല്ല എന്തായാലും നമ്മൾ പോവില്ല. കാരണം പട്ടിണി കിടന്ന് മയ്യത്തായി പോകും. അങ്ങനെ അവരൊരു വേദി ഒരു അവസരം തരുന്നു, ഇത്ര വലിയൊരു പ്ലാറ്റ്ഫോമിൽ കുറെ പേര് കാണുന്നുണ്ട്, ശമ്പളം നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിനെതിരെ അവർ ചെയ്യുന്ന ഗെയിം പ്ലാൻ അതിനെപ്പറ്റിയാണ് നമുക്ക് ഏത് പോയിന്റിൽ എതിർക്കാൻ തോന്നുന്നത്? പ്രത്യേകിച്ച് പലരും ആ ഷോനെ പറ്റിയും അതിന്റെ സംഘാടകരെ കുറിച്ച് സംസാരിച്ചപ്പോഴും ലാലേട്ടനെ കുറിച്ച് ഒരു പക്ഷേ എതിർത്ത് തുറന്ന് സംസാരിച്ച ഒരാൾ കൂടിയാണ് അല്ലെ ഫിറോസ് ഖാൻ. എവിടെയാണ് ഒരു അദ്ദേഹത്തിലേക്ക് ഒരു പക്ഷേ അദ്ദേഹം എന്ന ഒരു നടനെയോ അദ്ദേഹത്തിന്റെ വ്യക്തിത്വയോ അദ്ദേഹം നിൽക്കുന്ന പൊസിഷൻ ഒന്നും നോക്കാതെ അദ്ദേഹം ഒരു അവതാരനാണ്, അവതാരൻ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ള രീതിയിലേക്ക് എന്നെ തുറന്നു ചോദിച്ചിട്ടുണ്ട്. അതെ, തീർച്ചയായും അത് ലാലേട്ടൻ എന്ന വ്യക്തിയോട് എനിക്ക് ഇഷ്ടമില്ലായ്ക കൊണ്ടല്ല. അത് അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. അതിനെ കാണേണ്ടത് ലാലേട്ടൻ പറഞ്ഞ അല്ലെങ്കിൽ ലാലേട്ടൻ ഒരു അവതാരകനായിട്ടാണ് ബിഗ് ബോസിൽ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കുറേ കടമകളുണ്ട്, അല്ലെങ്കിൽ ആ ഷോയുടെ ഡെഡിക്കേഷനുണ്ട്. അപ്പോൾ അത് തീർച്ചയായും അപ്പോൾ അദ്ദേഹം ഒരു തെറ്റ് പറ്റിയപ്പോൾ അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനത് തുറന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്ന് പറഞ്ഞ് ലാലേട്ടന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലോട്ടൊന്നും അല്ലല്ലോ ഞാൻ. ഈ ലാലേട്ടൻ എന്ന വ്യക്തി അവിടെ വരുമ്പോൾ പറയുന്നുണ്ട് അദ്ദേഹം ഒരു നടനോ ഇത്രയും മൂവി ചെയ്ത ഒരാളോ ഒന്നല്ല, അവിടെ ഒരു അവതാരകൻ മാത്രമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു അവതാരകൻ മാത്രമായിട്ടാണോ കാണുന്നത്? തീർച്ചയായും ബിഗ് ബോസ് അദ്ദേഹം നിൽക്കുന്ന ഒരു പൊസിഷനെ വാല്യൂ ചെയ്യുന്നില്ലേ? ഒരു പക്ഷെ അവിടെ നിൽക്കുന്ന സമയത്ത് ലാലേട്ടൻ അല്ലാതെ വേറെ നിൽക്കുന്ന പൊതുവെ ഷോസ് ചെയ്യുന്ന ആങ്കേഴ്സ് ആരെങ്കിലും വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ബഹുമാനം കൊടുക്കില്ല, ഷോക്ക് ഇത്രയും അട്രാക്ഷനും കിട്ടില്ല, വരില്ല. അപ്പൊ ശരിക്കും ആ ഒരു സ്ഥാനത്തിന് ശരിക്കും ഒരു വാല്യൂ ഇല്ലേ? ആ സ്ഥാനത്തിന് വാല്യൂ കൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. അവിടെ ഞാനൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് നിൽക്കുമ്പോൾ പുള്ളി പറയുന്ന എല്ലാം നമ്മൾ കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ തെറ്റ് നമ്മൾ തെറ്റാണെങ്കിൽ തെറ്റിനെയല്ല പറഞ്ഞത്, എനിക്ക് ആ പരാമർശത്തെയാണ്. ആള് നടനോ ഇതോ ഒന്നുമല്ല, അവിടെ എത്തുമ്പോൾ അവതാരകൻ മാത്രമാണെന്ന് പറയുന്നിടത്ത് പക്ഷെ ആ സ്ഥാനത്തിന് വാല്യൂ ചെയ്യുന്നു എന്ന് പറയുന്നു. ഏത് സ്ഥാനമായാലും അവിടെ നിൽക്കുന്നത് ആങ്കറാണ്. മോഹൻലാൽ എന്ന് പറയുന്നത് ഒരു വലിയ നടനാണ്, പുള്ളി ആക്ടിങ്ങിൽ അങ്ങേയറ്റമാണ്. പുള്ളിയുടെ പേഴ്സണൽ എന്തോ അത് പോട്ടെ, പിന്നെ പുള്ളി ആ ഒരു വേദിയിൽ നിൽക്കുന്ന നടനായിട്ടല്ല, പുള്ളിയുടെ ഡ്യൂട്ടി. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് പറയാം, പുള്ളിയുടെ സിനിമകൾ തന്നെ എടുക്കുമ്പോൾ നല്ല സിനിമകൾ നമ്മളെല്ലാം നല്ലതെന്ന് പറയുന്നുണ്ടോ, ചീത്ത സിനിമകൾ അത് കൊള്ളില്ലെന്ന് നമ്മൾ പറയുന്നില്ലേ? അപ്പോൾ ഇവിടെ അയാൾ എല്ലാ ആങ്കറിങ്ങും തെറ്റെന്നല്ല ഞാൻ പറഞ്ഞ, അയാൾ ഈ സീസണിൽ വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞത് നല്ലത് ചീത്ത എന്ന് പറയുന്നതല്ല, അവിടെ നിൽക്കുന്നത് അദ്ദേഹം ആരാണെന്നുള്ളതിന് അവിടെ പ്രസക്തി ഇല്ല എന്ന് പറയുന്നു അല്ലേ? ശരിക്കും അതിൽ പ്രസക്തി ഉള്ളതുകൊണ്ടല്ലേ ലാലേട്ടൻ ഒരു ബഹുമാനം കൊടുക്കുന്നത്? അത് രണ്ടിനും ലാലേട്ടൻ എന്ന ബഹുമാനം കൊടുക്കുന്നതോടൊപ്പം അദ്ദേഹം ഒരു ആങ്കറും കൂടിയാണ്, മനസ്സിലായി? ആങ്കറും കൂടിയാണ്, കറക്റ്റ്. പക്ഷെ അവതാരം മാത്രമാണെന്നുള്ള രീതിയിലേക്ക് പറയാൻ പറ്റില്ല അല്ലല്ലോ. ഇപ്പൊ നമ്മുടെ കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെക്കും. ഇപ്പൊ മോഹൻലാൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയായിട്ടാണ് അവിടെ നിൽക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസും ഈ ഒരു രീതിയിൽ നിൽക്കുന്നത്. ഇപ്പം അതിന് പകരം വേറെ ആരും, ഇപ്പം മമ്മൂട്ടിയെ മാറ്റി നിർത്താം, വേറെ ഇപ്പോൾ പൃഥ്വിരാജോ അല്ലെങ്കിൽ ദിലീപോ ആരെങ്കിലും വന്നാലും നമ്മൾ ചിലപ്പം തിരിച്ചവിടെ സംസാരിക്കും. അത് തീർച്ചയായിട്ടും അയാൾ ചെയ്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ കയറിയിരിക്കുന്ന ഒരു ഭാവമാണ്. ഇപ്പം നമ്മുടെ അച്ഛൻ വന്ന് നിന്ന് സംസാരിക്കുന്നത് അപ്പുറത്തുള്ള തങ്കപ്പണ്ണം വന്ന് നിന്ന് സംസാരിക്കുന്ന വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ രണ്ട് ബഹുമാനങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പോഴും ഞാൻ പറയുന്നത് ആങ്കർ എന്ന രീതിയിലുള്ള കാര്യത്തിനുള്ള കുറ്റമായിരുന്നു ഞാൻ പറഞ്ഞത്, മനസ്സിലായി? അതിനൊപ്പം തന്നെ ഈ കുറ്റപ്പെടുത്തലുകൾ വരുന്നതിന്റെ ഒപ്പം തന്നെ അദ്ദേഹം എന്നുള്ളൊരു നടനിലേക്കും അത് നീണ്ടു പോകുന്നുണ്ട് അല്ലെ? അല്ല, അതങ്ങനെ താരാരാധന ഒന്നാമത്തെ കാര്യം അത് ഈ ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ അതിനെക്കുറിച്ച് നേരത്തെ ഞാൻ എൻ്റെ ചാനൽ കൂടി തന്നെ സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു സിനിമ കണ്ട് അത് നല്ലതാണെങ്കിൽ നമുക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചൊക്കെ ഇറങ്ങാം. പക്ഷേ ഇവിടെ പലരും ഈ ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കുറേ മണ്ടരായ അന്തന്മാർ നടക്കുന്നുണ്ട്, മനസ്സിലായോ? അവരുടെ ജീവിതവും കളഞ്ഞ് ഒരുപാട് പേര് അങ്ങനെ നടക്കുന്നുണ്ട്. അതിനോടൊന്നും എനിക്ക് ഒട്ടും യോജിപ്പില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അത് വ്യക്തമായി എന്താണെന്ന് അറിഞ്ഞാൽ ഇത്ര ആരാധന വരില്ല. ഒരു സിനിമ ഒന്നുണ്ടാകുന്ന ഒരു 100-300 പേരുടെ എഫേർട്ടാണ്. അതിൽ ക്യാമറാമാൻ്റെ കഴിവുണ്ട്,
സ്ക്രിപ്റ്റ് റൈറ്ററുടെ കഴിവുണ്ട്. ഒരു നല്ല സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ പടം നിൽക്കില്ല. കുളഞ്ഞകുമാരൻ നിന്നിട്ടില്ല പടം, ദേവാസുരൻ നിന്നിട്ടുണ്ട്. അതൊക്കെ സ്ക്രിപ്റ്റിന്റെ ഒരു ബലമുണ്ട്, ഒരു ഡയറക്ടറുടെ ബലമുണ്ട്, പിന്നെ അത് കണക്ക് മേക്കപ്പ് മാൻ, ഗ്രേഡിങ് എന്ന് വേണ്ട ഒരുപാട് പേരുടെ കഴിവിന്റെ ആകെത്തുകയാണ്. ഇപ്പം ഈ ഡയറക്ടറും സ്ക്രിപ്റ്റും ക്യാമറമാനും മികച്ചതാണെന്ന് പറയുന്നു. ഇത്രയും ഡയറക്ടറും ക്യാമറമാനും സ്ക്രിപ്റ്റും ഒക്കെ ബലം ഉണ്ടായിട്ടും ഇത്രയും നടന്മാര് വന്നിട്ടും എന്തുകൊണ്ട് വേറെ മോഹൻലാലും മമ്മൂട്ടി ജനിക്കുന്നില്ല? അല്ല, അവർക്ക് കിട്ടിയ സ്ക്രിപ്റ്റുകൾ എന്തുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഫഹദ് ഫാസിൽ എത്രയും ഞാൻ പറഞ്ഞുതരാം. വേറെ കാര്യം പറയട്ടെ, ഇപ്പൊ ഇതിൽ തന്നെ ഫഹദ് ഫാസിൽ എന്ന് നമ്മൾ ഇത്രത്തോളം പുകഴ്ത്തി പറയുന്ന അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം പരാജയചിത്രമായിട്ടും വിമർശിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അല്ലെ? അവിടെയും നല്ലൊരു ഡയറക്ടറാണ്. ഫാസിൽ പോലെ ഉള്ള ഒരു മികച്ച ഡയറക്ടർ വരുന്നു, നല്ലൊരു ക്രൂ മെമ്പേഴ്സ് വരുന്നു, ഈ പറഞ്ഞ ടെക്നീഷ്യൻസ് വരുന്നു. എന്തുകൊണ്ട് എന്നുള്ള രീതിയിലേക്ക് അത് സംഭവിച്ചില്ല? അദ്ദേഹത്തിലെ നടൻ എന്നുള്ള വ്യക്തിത്വം കൂടിയും ആ കഴിവിന്റെ കൂടി അതിന്റെ ഭാഗമാണ്. ഇതേപോലെ മികച്ച തിരക്കഥകൾ പലപ്പോഴും ഉണ്ടായിട്ടും അഭിനയത്തിന്റെ പേരിലോ അല്ലെങ്കിൽ നമ്മൾ പല സിനിമകളും പരാജയപ്പെട്ടിട്ടില്ല. ആ കാസ്റ്റിംഗ് മിസ്കാസ്റ്റ് ആയത് പോയി എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ എന്റെ ഒരൊറ്റ ചോദ്യം, എന്തുകൊണ്ട് മോഹൻലാലിന്റെ കഴിവുകൊണ്ട് കോളേജുമാരും വിജയിച്ചില്ല? അതിൽ അവിടെ മോശമുണ്ട്. നടൻ എന്നുള്ളത് മാത്രമല്ല, അവിടെ സ്ക്രിപ്റ്റിന്റെ പരാജയം എന്നാണ് ഞാൻ പറയുന്നത്. വശമുണ്ട്, അതാ പറയുന്നത്. വശമുണ്ട്. മോഹൻലാലിന് മാത്രം ഭയങ്കര കഴിവുള്ളതാണ്, എന്തുകൊണ്ട് കോളേജുമാരെ വിജയിച്ചില്ല? രണ്ടു വശം കൂടിയും പറയണം. ഇങ്ങനെ ഈ ടെക്നീഷ്യൻസും ഷോ ഡയറക്ടറും പറയുന്നത്. അപ്പൊ ഇത്ര ഒരു 100-300 പേരുടെ കഴിവ്, 300 എണ്ണാത്ത ഒരാൾ മോഹൻലാലുവാ, അങ്ങനെ കാണാവൂ. അല്ലാതെ ഒരാളുടെ കഴിവല്ല, ഒരാളുടെ കഴിവിലുള്ള കുറച്ച് പേരെ ഞാൻ പറഞ്ഞുതരാം, കുറച്ച് പേരല്ല ഒരാളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ആദ്യം ഇത് പറഞ്ഞോട്ടെ. അപ്പോൾ ഈ ഒരുപാട് പേരുടെ കഴിവ്, ഇപ്പൊ മോഹൻലാൽ ഒരു ഇടി ഇടിച്ചിട്ട് തിരിഞ്ഞിങ്ങനെ വരുന്നത് അതൊരു സ്ലോ മോഷൻ ആവുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഇത് വരുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം നടക്കുമ്പോൾ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പഞ്ച് വേറെ വരുന്നത്. നേരെ മറിച്ച് അവിടെ വേറെ എന്തെങ്കിലും ഒരു കണാവണ മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ അത് മാറും, ആ പഞ്ച് മാറും, അതിന് പകരം വേറെ വികാരം. അപ്പോൾ ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഒരു നടനെ നമുക്ക് ഇത്രമേൽ ഇഷ്ടമായി വരുന്നത്. ആക്ച്വലി അത് എപ്പം നമുക്ക് റിയലൈസ് ചെയ്യുന്നു അത് ഇങ്ങനെയൊക്കെയാണെന്ന് റിയലൈസ് ചെയ്യുമ്പോൾ ഈ ആരാധന അങ്ങ് പോയി കിട്ടും. മനസ്സിലായോ? അപ്പോൾ നമുക്കൊരു ഇപ്പോൾ ഡയറക്ടറോടുള്ള ഇഷ്ടം തോന്നും, അല്ലെങ്കിൽ ക്യാമറാമാൻ. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് ഇപ്പോഴും ഇല്ല.